ഹായ് ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? നിങ്ങൾ എൻ്റെ വീഡിയോസിലൊക്കെ കൂടെ കാണുന്നത് എൻ്റെ ചെടികളെയും റിങ്കുവിനെയും അതിന് വേണ്ടുന്ന കെയറിനെ പറ്റിയും റിങ്കുവിൻ്റെ കാര്യങ്ങളെ പറ്റിയൊക്കെ അല്ലേ? ഇന്നും എനിക്ക് അതൊക്കെ തന്നെയാണ് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. പക്ഷേ പുറത്തെ കുറച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ട് നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ എയർപോർട്ടിൽ വരെ പോവുകയാണേ, ഷാർജ എയർപോർട്ടിൽ. നാട്ടിൽ പോകാനല്ല കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയാവുന്നത് ചെടികളുടെയും റിങ്കുവിൻ്റെയും അമ്മയായിട്ടായിരിക്കും. ഞാൻ ചെടികളുടെയും റിങ്കുവിൻ്റെയും മാത്രം അമ്മയല്ല കേട്ടോ. എനിക്കൊരു മകനുണ്ട്. ഇപ്പോൾ അവൻ എൻ്റെ കൂട്ടത്തിൽ ദുബൈയിലില്ല. +2 കഴിഞ്ഞ് അവൻ്റെ പഠിത്തത്തിൻ്റെ ആവശ്യത്തിനായിട്ട് അവൻ വേറൊരു നാട്ടിലാണ്. ഇന്നവൻ വരുന്നുണ്ട് വെക്കേഷന് 1 മന്ത് ഞങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി. അവനെ വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എയർപോർട്ടിൽ പോവാണ്. ഞാൻ എത്രമാത്രം സന്തോഷത്തിലായിരിക്കുമെന്ന് നിങ്ങൾക്കറിയായിരിക്കുമല്ലോ. ഇനി എൻ്റെ മോൻ 1 മന്ത് എൻ്റെ കൂട്ടത്തിലുണ്ട്. ഞാൻ ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ ചിന്തിച്ചതേ എൻ്റെ അമ്മയെ പറ്റിയാണ്. എൻ്റെ മോൻ എൻ്റെ അടുക്കൽ നിന്ന് മാറി നിന്നപ്പോഴാണ് എൻ്റെ അമ്മ എന്നോട് ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്ക് പുറകിലും എത്രമാത്രം വിഷമവും സങ്കടവും ഉണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കേട്ടോ. നീ വരുന്നില്ലേ? നീ എന്നാ വരുന്നേ? കുറച്ച് ദിവസം വന്ന് നിന്നിട്ട് പോ എന്ന് എൻ്റെ അമ്മ എന്നോട് പറയുമ്പോൾ അതിൻ്റെ പുറകിൽ എത്രമാത്രം വിഷമവും സങ്കടവും ഉണ്ടെന്ന് എൻ്റെ മോൻ എൻ്റെ അടുക്കൽ നിന്ന് മാറി നിന്നപ്പോഴാണ് എനിക്ക് കൂടുതലും മനസ്സിലായത്. നിങ്ങൾക്കറിയാവല്ലോ എൻ്റെ ഫ്ലാറ്റിൽ ഞാൻ ഒരുപാട് ചെടികൾ വളർത്തുന്നുണ്ടെന്ന്. അത് വളർത്തുന്നത് കൊണ്ട് നെഗറ്റീവും പോസിറ്റീവുമായിട്ടുള്ള ഒരുപാട് കമൻറ്റുകൾ കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അതിലൊരു കമൻറ്റിനുള്ള മറുപടിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത്. എന്നോട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിനക്ക് ഈ ഭ്രാന്ത് നേരത്തെ ഉണ്ടോ അതോ ഇപ്പൊ തുടങ്ങിയതാണോ എന്ന്. എനിക്ക് ഈ ഭ്രാന്ത് എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. ഞങ്ങൾക്ക് 2 മക്കൾക്കും ഉണ്ട്, എനിക്കും എൻ്റെ ബ്രദറിനുമുണ്ട് ദുബൈയിൽ ഇതുപോലെ കുറേ ചെടികളും നമ്മുടെ റിങ്കുവിനെ പോലെ 2 കുരുത്തം കെട്ട കുരുപ്പുകളും. ഞങ്ങൾക്ക് ഓർമ്മയായ കാലം മുതൽ ഒരുപാട് ചെടികളുള്ള ഒരു കുഞ്ഞു വീടാണ് ഞങ്ങളുടേത് കേട്ടോ. ഇന്ന് അമ്മയ്ക്ക് തീരെ വയ്യ. പക്ഷേ ചെടികൾക്ക് യാതൊരു കുറവും ഇന്നും ഞങ്ങളുടെ വീട്ടിലില്ല. ഞാൻ നാട്ടിൽ പോകുമ്പം വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അമ്മ ഒരു കല്യാണത്തിനോ ഒരു മരണത്തിനോ പോയാൽ തിരിച്ചു വരുന്ന സമയത്ത് അമ്മയുടെ കർച്ചീഫിൽ എപ്പോഴും ഒരു ചെടിയുടെ പീസ് കാണും. അത് അമ്മ കൊണ്ട് നട്ടു വളർത്തി അതിൽ പൂ വരുന്നതും ഇല വരുന്നതും ഒക്കെ നോക്കിയിരിക്കുന്നത് ഇന്നും എനിക്ക് നല്ല ഓർമ്മയാണ്. ഞാൻ ദിവസവും നാട്ടിൽ വിളിക്കുന്ന ഒരാളാണ് കേട്ടോ. എല്ലാ വിശേഷങ്ങളും തിരക്കിക്കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് അമ്മ ചെടികളുടെയും റിങ്കുവിൻ്റെയും കാര്യം ഇന്നും ചോദിക്കും. നീ പുതിയ ചെടി വാങ്ങിച്ചോ? നിന്റെ പുതിയ ചെടിയിൽ പൂക്കൾ വന്നോ? റിങ്കു എന്തോ പറയുന്നു എന്ന്. അമ്മ എന്നോട് ചെടികളെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്, നിനക്ക് അവരെ കെയർ ചെയ്യാം എന്നുണ്ടെങ്കിൽ മാത്രമേ അവരെ വളർത്താൻ നിൽക്കാവൂ എന്ന്. ആ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോടും പറയുന്നത്. അമ്മ എപ്പോഴും പറയും, അവർക്ക് ജീവനുണ്ട്, അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ കൊടുത്ത് അവരെ നോക്കാൻ പറ്റും എന്നുണ്ടെങ്കിൽ മാത്രമേ നീ അവരെ വളർത്താൻ നിൽക്കാവൂ എന്ന്. അത് തന്നെയാണ് എൻ്റെ ഫസ്റ്റ് വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോടും പറഞ്ഞത്. ചെടികൾക്ക് വേണ്ടുന്ന കെയർ കൊടുത്ത് അതുങ്ങളെ നമുക്ക് നോക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അവരെ വളർത്താൻ നിൽക്കാവൂ എന്ന്. ഞാൻ ഇന്ന് അമ്മയെ ഒരുപാട് മിസ് ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഇന്ന് നിങ്ങളോട് അമ്മയെപ്പറ്റിയും അമ്മയിൽ നിന്നാണ് ഞങ്ങൾക്ക് ഈ ഭ്രാന്ത് കിട്ടിയത് എന്നുള്ളതും പറയണമെന്ന് തോന്നി. മിസ് യു അമ്മ.